ബോബി മറ്റേ മറഡോണനെ കൊണ്ടുവന്നില്ല കേരളത്തിൽ, അതുപോലെ കൊണ്ടുവരാനാണ് ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. മെസ്സിനെയും കൊണ്ടുവരാം, നിങ്ങൾ പറയുന്ന ഏത് ടീമിനെയും കൊണ്ടുവരാം. അതിന് ഏജൻസി, അതിന് ഇന്റർനാഷണൽ ഏജൻസികളുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവർക്ക് പൈസ അടച്ചാൽ അവർ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര മീറ്റിംഗ് 7 ദിവസം വേണ്ടി 7 ദിവസം എന്ത് വേണമെങ്കിൽ ചെയ്താൽ റെഡിയാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അല്ല, ഇപ്പോഴും ഡിസ്കഷൻ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോഴും ആ വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് കളിക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് ഒക്ടോബറിൽ എവിടെയാണ് കളിക്കുന്നത് പറയാൻ പറ്റുമോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ എവിടെയാണ് കളിക്കുന്നത് പറയാൻ പറ്റുമോ? 2 വിൻഡോ ഉണ്ട്. പറ, ഞാൻ കേൾക്കട്ടെ. ആരെങ്കിലും പറ. അറിയില്ല. ആ വിൻഡോ അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിനർത്ഥം എന്താ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മളോട് വിലവേശിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഈ എഗ്രിമെന്റ് നിൽക്കുകയാണ്, എന്നോട് വിലവേശിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പ്രശ്നത്തിലാവും നമ്മളോട് പറയുന്നത്. ഏത് അതുകൊണ്ട് വേണമെങ്കിൽ ഇത് സൈൻ ചെയ്തോ, ഒരു 50 കോടി കൂടെ കൂട്ടി കൊടുത്തിട്ട്. ഉണ്ട്. അതാ ഇതിനോട് പുതിയ 2026 സെപ്റ്റംബറിലേക്ക് പുതിയ എഗ്രിമെന്റ് അയച്ചേക്കുന്നത്. കൂടുതൽ പണം 60 കോടി കൂടെ അഡീഷണൽ ആവശ്യപ്പെട്ടുള്ള പൈസയും കൂടെ കൂടിയിട്ടാണ്. 5 മില്യൺ കൂടെ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ പിന്നെയും കായികമന്ത്രിയിലേക്ക് പോകണം. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനത്തിന് മന്ത്രി തന്നെ അദ്ദേഹം കാര്യത്തോട് പറഞ്ഞല്ലോ. ഒക്ടോബർ നവംബറിലാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ഒക്ടോബർ നവംബറിൽ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നത് സെപ്റ്റംബറിൽ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് എഗ്രിമെന്റ് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പം 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? അതൊന്ന് കേൾക്കട്ടെ. അല്ല, ഇതൊന്ന് പറ, 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? അല്ല, അതൊന്ന് പറഞ്ഞേ. ഇത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലോ. പ്രചരണമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് ഈ ലുലുവിന്റെ ഉദ്ഘാടന സമയത്ത് ലിയാൻഡ്രോ ആണ് അവിടെ ലുലുവായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വന്നത്. നമ്മളെ ചുമതലപ്പെടുത്തിയ ലിയാൻഡ്രോ ആണ് അവിടെ സൈൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, കേരളത്തിലേക്ക് മെസ്സി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ലോകകപ്പിന് മുൻപ് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ലോകകപ്പിന് മുൻപ് വരും, പക്ഷെ ആരുമായിട്ടാണ്? മിനിസ്റ്ററുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. എന്താ ഡിസ്കഷൻ നടക്കാനുള്ളത്? എഗ്രിമെന്റ് കഴിഞ്ഞ് പൈസ മേടിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി അതിന് എന്ത് ഡിസ്കഷൻ നടത്താനുള്ളത്? അപ്പൊ ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താ? ഇതിന് ശേഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് ശേഷം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിടത്തോളം ഈ 2026 പിന്നെ മെസ്സി വരുമെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ തന്നെ ഒഫീഷ്യലായി പറഞ്ഞല്ലോ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പൊ ഈ അവിടെ പിന്നെ എഗ്രിമെന്റ് വെച്ചിട്ടില്ല, അതില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ എടുത്തിരിക്കുന്നത്. അർജന്റീന ടീം വരാൻ വേണ്ടിയിട്ടാണ്. വരില്ല എന്ന് പറയാനാണെങ്കിൽ പൈസ അയക്കുന്നതിന് മുന്നേ ഒറ്റ നാണക്കേടല്ലേ ഉണ്ടാവുള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൈസ അയക്കുന്നതിന് മുന്നേ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പൈസ അയക്കാൻ പോകുന്നത്, എല്ലാ പെർമിഷൻസ് കിട്ടിയിട്ടുണ്ട്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ അയക്കും എന്ന് നിങ്ങളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ അയച്ചത് അല്ലേ? ആ പൈസ അയക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ പോലെ ഞാൻ പൈസ അയക്കുന്നില്ല, ഇവർ വരുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ഒറ്റ നാണക്കേടല്ലേ ഉള്ളൂ. പൈസയും കളഞ്ഞ് മോശക്കാരായതിനു ശേഷം ഞാനിത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈസ അയച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, പൈസ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒക്ടോബർ നവംബർ വരുമെന്ന് നോക്കാം. വരില്ല അല്ലേ, ടെൻഷൻ വേണ്ട. അത് നോക്കാം നമുക്ക്. അത് അന്നേരമല്ലേ, ഇപ്പൊ നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? മെസ്സി പ്ലസ് 4 കളിക്കാരുണ്ട്. പ്ലസ് 4 കളിക്കാർ അവർ ഇൻക്ലൂഡിങ് ചേർന്ന അർജന്റീന ടീമാണ്. അതിന് പ്രസ് കൺസേൺ ഉണ്ട്, അതും വാങ്ങിയിട്ടുണ്ട്. അർജന്റീന ടീം ഫുള്ളാണ്, ഇൻക്ലൂഡിങ് മെസ്സിയാണ്. ചില സമയത്ത് ചില സ്ഥലത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ഇൻക്ലൂഡിങ് മെസ്സിനെ ഒഴിവാക്കിയിട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് മെസ്സിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടെ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാണല്ലോ, പിന്നെ നമുക്ക് നോക്കാം. ശരി, ഞാൻ ആ പ്രസന്റേഷൻ കാണിച്ചു തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ 1 കോടി ഇവന്റ് നടത്താൻ ഉദ്ദേശിച്ചതും എന്താണ് പിന്നെ ടീമിനെ ഉദ്ദേശിച്ചതും എന്നുള്ള കാര്യമാണ്. ഇതെല്ലാം എന്താ അറിയോ? ഇതിപ്പോ ആൻഡോ പറഞ്ഞെന്ന് വെച്ചാൽ സർക്കാരിന് നെഞ്ചിലേക്ക് കയറാൻ നിൽക്കണ്ട. സർക്കാരല്ല, ഇതാ ഞാൻ കൊടുത്ത പ്രസന്റേഷനാണ് കേട്ടോ, നോക്കിക്കോളൂ.